ഹായ് വെൽക്കം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസ് ബേസ്ഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ ടാബ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് python.org എന്ന് സെർച്ച് ചെയ്യുക. കിട്ടുന്ന സൈറ്റിന്റെ അകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് വിൻഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോസിന്റെ വേർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഏതാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ലേറ്റസ്റ്റ് വേർഷൻ പൈത്തൺ 3.14.2 ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റാളർ ഡൗൺലോഡായി വരും. അത് ഡൗൺലോഡ് ആക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൻ്റെ അകത്ത് നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ രണ്ട് ചെക്ക് ബോക്സ് ഉണ്ട്. യൂസ് അഡ്മിൻ പ്രിവിലേജസ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആഡ് python.exe ടു പാത്ത് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് കൂടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കസ്റ്റമൈസ് ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഡയലോഗ് ബോക്സിൻ്റെ അകത്ത് ഫോർ ഓൾ യൂസേഴ്സ് ടിക്കറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഡയലോഗ് ബോക്സിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇൻസ്റ്റാൾ പൈത്തൺ 3.14 ഫോർ ഓൾ യൂസേഴ്സ് ടിക്കറ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതൊന്ന് ഡൗൺലോഡ് ആവുന്നത് വരെ നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, സെറ്റപ്പ് സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കാണിക്കും. ദെൻ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇൻസ്റ്റലേഷൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊരു കമാൻഡ് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക. പൈത്തൺ സ്പേസ് --, വേർഷൻ. ഈ കമാൻഡ് റൺ ചെയ്യുക, എൻ്റർ അടിക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് വേർഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു ഐഡി ആണ് ആവശ്യം. സോ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് പൈത്തണിന്റെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡി എന്ന് പറയുന്നത്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡിന് നമ്മൾ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്ക് ഓപ്പൺ ആക്കാം. അതിൻ്റെ അകത്ത് വിൻഡോസ്, മാക് അങ്ങനെയുള്ള ഏതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതനുസരിച്ചിട്ടുള്ള കുറേ വേർഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് വിൻഡോസ് ആണ് നമ്മുടെ ആവശ്യമെങ്കിൽ വിൻഡോസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ആയിക്കോളും. ഡൗൺലോഡ് ആയ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഐ അക്സെപ്റ്റ് ദ എഗ്രിമെന്റ് മാർക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ വരുന്നതിൻ്റെ അകത്ത് നമുക്ക് പാത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു പാത്തിലായിരിക്കും VS കോഡ് ഇൻസ്റ്റാൾ ആവുന്നത്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല ചേഞ്ചസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം, യെസ് കൊടുക്കാം. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വരുന്നത്. ആ ഇന്റർഫേസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇന്റർഫേസ് വരുന്നുണ്ടാവുക. അതായത് നമ്മൾ ഫോൾഡറൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. നമുക്കൊരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ അതുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് പൈത്തണിന്റെ ഒരു എക്സ്റ്റൻഷൻ വേണം നമുക്ക് പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ രണ്ട് പാക്കേജാണ് വേണ്ടതെന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് വൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതായത് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരും. അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫയൽസ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഓപ്പൺ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം.
ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഫോൾഡർ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ ഓപ്പൺ ആയി വരും. നമുക്ക് ഫയൽ ക്രിയേറ്റ്, ഇതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ അകത്ത് യെസ് ഐ ട്രസ്റ്റ് ദ ഓതർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താലാണ് പൈത്തൺ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ഫോൾഡറിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫയൽ ന്യൂ ഫയലിൽ നിന്ന് നമുക്ക് ഇവിടെ കൊടുത്തിട്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫയലിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. മാക്സിമം സ്പേസസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു ഫയലിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. .py എക്സ്റ്റൻഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കുക ഫയലിനകത്ത്. അതാണ് പൈത്തൺ ഫയൽസ് എന്ന് പറയുന്നത്. പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത് എപ്പോഴും പൈത്തൺ ഫയൽസിലായിരിക്കണം. അപ്പൊ നമ്മൾ പേര് കൊടുത്തതിന് ശേഷം .py എക്സ്റ്റൻഷൻ കൂടെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്കിവിടെ ഒരു ഇത് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് AI വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ്. വേണ്ട ടേൺ ഷോ കൊടുത്തു. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊരു കമൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുകയാണ്. കമൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഹലോ വേൾഡ് പ്രോഗ്രാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പൈത്തണിൽ വരുന്നത് എന്ന് പറയുന്നത് നമുക്കത് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് ഫംഗ്ഷൻ ആണ് പൈത്തണിൽ യൂസ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ്സ്, റൗണ്ട് ബ്രാക്കറ്റ്സ് അതിന് ആവശ്യമുണ്ട്. ദെൻ നമ്മളൊരു സ്ട്രിങ് ആണ് റൈറ്റ് ചെയ്യുന്നത്. സോ സ്ട്രിങ്, സ്ട്രിങ് മീൻസ് ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് ആൽഫബറ്റ്സോ ഡിജിറ്റ്സോ അല്ലെങ്കിൽ സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിന് പൈത്തണിൽ പറയുന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് ആണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ സ്ട്രിങ്ങിന് നമുക്ക് കോഡ്സ് വേണം. കോഡ്സിന്റെ ഉള്ളിലായിട്ട് വേണം സ്ട്രിങ് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഹലോ വേൾഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇത് റൺ ചെയ്യിക്കാനായിട്ട് ഇവിടെ മെയിനായിട്ട് നമുക്കൊരു റൺ പൈത്തൺ ഫയൽ എന്ന് പറയുന്നത് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ടെർമിനലിലായിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി വരും. നമ്മളെ പറഞ്ഞതുപോലെ സ്ട്രിങ്ങിന് മാത്രമാണ് നമുക്ക് കോഡ്സ് ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ഔട്ട്പുട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 780 എന്ന് പറയുന്ന നമ്പറാണ് വരേണ്ടതെന്ന് വിചാരിക്കും. സോ അവിടെ നമുക്ക് കോഡ്സിന്റെ ആവശ്യമില്ല. കോഡ്സ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ? അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് എക്സ്പ്രഷൻസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 7+8 കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്ട്രിങ്ങിന്റെ ആവശ്യമില്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ കാൽക്കുലേഷൻ നടന്ന് അതിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.